ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് പരസ്പരം ഇങ്ങനെ ഓരോന്ന് കൗതുകത്തോടു കൂടി ചോദിക്കില്ല, എടാ നീ അങ്ങനെ കണ്ടിട്ടുണ്ടോ, എടാ നീ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ, എടാ നീ ഒരു ആടിനെ അറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആസാദ്, സൂര്യ, ഇവര് രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ആരാണ്? സുഹൃത്തുക്കളായിരുന്നു. ബാല്യകാലത്തിലേ ഉള്ള നല്ല സുഹൃത്തുക്കൾ. അങ്ങനെ ബലി പെരുന്നാളിനെ സൂര്യയെ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ് ആസാദ്. പോകാതിരിക്കാൻ പറ്റുമോ? കൂട്ടുകാരനല്ലേ, എങ്ങനെയാ സംശയിക്കുക? ഒരു മിഠായി രണ്ടുപേരും കടിച്ച് പറിച്ച് തിന്നവർ. ചാമ്പയ്ക്ക പകുതി കടിച്ചിട്ട് അവന് കൊടുത്തു. ഒരു ഐസ്ക്രീം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നുണഞ്ഞവർ. എന്തിനാ സംശയിക്കുന്നത്? സൂര്യയുടെ വീട്ടുകാർക്കൊരു സംശയം തോന്നുമോ? ഇല്ല. അങ്ങനെ ആസാദിന്റെ വീട്ടിൽ പക്ഷേ സ്വന്തം വീടുകളില് ബക്രീദൊക്കെ ആഘോഷിക്കേണ്ടിയിരുന്ന അവന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ആര്? അതായത് ആസാദിന്റെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളും കൂടി ആസാദിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തിന്? സൂര്യയ്ക്ക് ഒരു വിശിഷ്ടമായ വിരുന്നൊരുക്കണ്ടേ? സൂര്യ മാത്രമല്ലേ കാഫിറായിട്ടുള്ള സുഹൃത്തുള്ളൂ ഇവരുടെ കൂട്ടത്തില്. അവരെ ക്ഷണിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആടിനെ അറുക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് സൂര്യയോട് ആസാദ് ഒരു ചോദ്യം. ഇല്ല, അതുപോലെ എന്നുള്ളതൊന്നും കാണാനൊന്നും എൻ്റെ മനസ്സങ്ങനെ അനുവദിക്കാറില്ല. എനിക്ക് മനസ്സ് വല്ലാതെ ചെറിയ മനസ്സാണ്, പെട്ടെന്ന് എനിക്ക് വിഷമം വരും, ചോരയൊക്കെ കണ്ടാൽ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. ഇല്ല, അല്ല സൂര്യ, കാണണം. സൂര്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതൊന്ന് കാണണം. ഒടുവില് സുഹൃത്താവിട്ടുള്ള ഈ പാവം പയ്യനെ, സൂര്യയെ, ആസാദും അവന്റെ കൂട്ടുകാരായിട്ടുള്ള നവാബ്, ഫർഹാൻ, ആതിഫ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് ആടിനെ ഇറക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച സൂര്യയെ ഈ ആസാദും അവരുടെ കൂട്ടുകാരും എല്ലാം കൂടി ഈ ആടിനെ അറുക്കാൻ വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ശരീരമാസകലം കുത്തുന്നു. അങ്ങനെ സൂര്യയെ കൊന്നതില് യാതൊരു കുറ്റബോധവും പ്രകടിപ്പിക്കാതെ വൈകുന്നേരമായപ്പോൾ ആസാദ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വിശദീകരണം താൻ എന്തിനെതിരെ ചെയ്തു ന്യായീകരിക്കുക. ഇതെല്ലാം അവൻ വിശദീകരിച്ചതിന് ശേഷം അവൻ ഒളിവിൽ പോയി. ആഹാ, എന്റെ മകനെ കൊന്നവൻ ആരാണോ അവനെ എൻകൗണ്ടർ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞ് പിതാവ് വരുന്നു രംഗത്ത്. 17 വയസ്സുള്ള സൂര്യയുടെ അമ്മ ശക്തമായി തന്നെയാണ് യോഗി ഭരണകൂടത്തോട് പബ്ലിക്കായിട്ട് ആവശ്യപ്പെട്ടത്. എന്റെ മകനോടൊപ്പം തോളോട് തോള് ചേർന്ന് നടന്ന് അവന്റെ വിശ്വാസവും സ്നേഹവും പിടിച്ചുപറ്റി അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്റെ മോനോട് ഈ ക്രൂരത ചെയ്തവരാരും ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഈ നാടിന്റെ ഭരണാധികാരിയോടുള്ള എന്റെ അവകാശമാണ് എന്ന അമ്മ ആർത്തട്ടഹസിച്ച് നിലവിളിയോടുകൂടി പറഞ്ഞു. അവൻ ഒളിവിൽ പോയല്ലോ. ഇൻസ്റ്റഗ്രാമിൽ വിശദീകരിച്ച് പോസ്റ്റ്, കാരണം അവൻ കാഫിറല്ലേ, കാഫിറിനെ കൊല്ലാനല്ലേ ഞങ്ങളോട് ഞങ്ങളുടെ പടച്ചിറപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അവൻ ഒളിവിൽ പോയി. അപ്പോൾ ഭരണകൂടത്തോട് ഈ അമ്മയുടെ ആവശ്യമാണ്, യോഗിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഒരൊറ്റ വാക്കുമതിയായിരുന്നു അവർക്ക്. അങ്ങനെ യു പി പോലീസ് ഇറങ്ങി, യോഗി പോലീസ് ഇറങ്ങി. അതിനോടകം തന്നെ ആദ്യത്തെ യോഗിയുടെ പ്രഖ്യാപനം, ആസാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 50,000 രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു. 24 മണിക്കൂറിനകം ആസാദ് എത്തുന്നു യോഗി പോലീസിന്റെ കൺമുമ്പിൽ, ആളുകളുടെ അകമ്പടിയോടെ. കാരണം 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവർ പിടിച്ചു കൊടുത്തു. ഏതാനും മണിക്കൂറുകളുടെ പരിപാടി പോലും ഇല്ലാതെ ആസാദിന്റെ കാര്യം തീർക്കുകയും സൂര്യയുടെ മാതാവിന്റെ താല്പര്യം, അവരുടെ നീതി പരിഗണിക്കുകയും ചെയ്യുന്നു യോഗി പോലീസ്. 48 മണിക്കൂറിനകം സൂര്യക്ക് നീതി കിട്ടി. അതായത് ആ ഡെഡ് ബോഡി കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ്, പെട്ടിയിലേക്ക് വെച്ച് അവസാന ആണി അടിക്കുന്നതിന് മുമ്പ് അവനുള്ള വെള്ളത്തുണി തയ്യാറാക്കി യോഗി പോലീസ്. ഇതാണ് വേണ്ടത്. ഇന്നിപ്പോ നമ്മൾ കണ്ടില്ലേ അർഷദിനെ കണ്ടില്ലേ? അവനെ കൊന്ന മുറിയനും ആ പെറ്റ തള്ള എന്ന് പറയാൻ മടിയുണ്ട് പറയാൻ, ലജ്ജ തോന്നുന്നു. അഖിലയും ഇന്ന് യോഗിയുടെ നാട്ടിലായിരുന്നെങ്കിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ലോകം കണ്ടത് ആസാദിന്റെ മൃതദേഹം മാത്രമാണ് എന്നതാണ് ഈ കേസിന്റെ പ്രത്യേകത. മറ്റ് പ്രതികളെയും ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് നാട്ടുകാരുടെ ഒന്നടങ്കം അഭിപ്രായം.
ശരി, വിധി ഇനി അങ്ങനെ തന്നെയായിരിക്കും. ഈ കുട്ടിയെ പിടിച്ചുകൊടുത്ത ബക്കരിയെ അറുക്കുന്നത് പോലെ എങ്ങനെ അറുക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് ഇനി ജീവിതമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഉത്തർപ്രദേശ് യോഗി ഭരിക്കുന്നിടത്തോളം കാലം ഈ രൂപത്തിലുള്ള മതഭ്രാന്തുകൾ, ഈ രൂപത്തിലുള്ള മാനസിക രോഗങ്ങളൊന്നും അവിടെ അനുവദിക്കില്ല. ഒന്നുകിൽ പഞ്ചപുച്ഛമടക്കി ആ നാടിന്റെ നീതിയും നിയമവും അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുക, അതല്ലെങ്കിൽ ഹൂറികളെ പ്രാപിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഇതാണ് യോഗിക്ക് പറയാനുള്ളത്. ആസാദിന്റെ ശേഷിക്കുന്ന സുഹൃത്തുക്കൾക്കും ഉടനെ തന്നെ ആസാദിന്റെ അടുത്തേക്ക് ചെല്ലാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി സൂര്യയുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുപോലെ ആ നാട് മുഴുവനും പ്രാർത്ഥിച്ചു. അങ്ങനെ UP ഭരിക്കുന്നത് ആരാ? യോഗി ആദിത്യനാഥ് എന്ന് കേട്ടാൽ ഇതുപോലെയുള്ള കൊലയാളികളാകുന്ന, രാജ്യദ്രോഹികളാകുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാതെ ജാതിയുടെയും മതത്തിന്റെയും കണ്ണട വെച്ച് കാണുന്നവന്മാരൊക്കെ കിട്ടുകിട്ടേ വിറയ്ക്കും. ഭാഗ്യം നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് അറിഞ്ഞതേയില്ല. കാരണം എതിരെ ഉള്ളതെല്ലാം മുറിയൻ പേരുകളാണല്ലോ. പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റുമോ? അവരത് വാർത്തയാക്കി. ഒരു 17-കാരനായിട്ടുള്ള ഒരു പയ്യനോട് വന്നിട്ട് അവന്റെ അയൽവാസികളായ കുറച്ച് മുസ്ലിം യുവാക്കൾ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആടിനെ ബലി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബലി സാധാരണ ഹിന്ദുക്കളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവരെ പിടിച്ചകത്തിടും, അവർക്ക് എന്തു ആവാം, ന്യൂനപക്ഷങ്ങൾക്ക് എന്തു ആവാം. എന്നിട്ട് ഇവരെ വിളിച്ചോണ്ട് പോയിട്ട് ഈ സൂര്യ ചൗഹാന്റെ വിളിച്ചോണ്ട് പോയി ആടിനെ കൊല്ലുന്ന കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവന്മാർ വട്ടം വളർന്ന് നിന്നിട്ട് കുത്തി ചെയ്തു തരാന്ന് കുത്തി ഇവനെ കൊന്നു. സാർ, കഴിഞ്ഞ ഹോളിയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ് തരുൺ കുമാർ എന്ന് പറഞ്ഞിട്ടൊരു യുവാവിന്, അവന്റെ അനിയത്തി 5 വയസ്സുള്ള അനിയത്തി ഈ വെള്ളം നിറച്ച ബലൂൺ എറിഞ്ഞപ്പോ അത് ചെന്ന് വീട് പൊട്ടിയിട്ട് അതിന്റെ അല്പം വെള്ളം അങ്ങാണ്ട് ഒരു വഴി. ഹോളി ആഘോഷം ടെറസിന്റെ മുകളിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ പർദ്ദയിട്ട് റോഡിൽ കൂടി നടന്നു പോയ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ കുഞ്ഞിന്റെ ഒരു വാട്ടർ ബലൂണാണല്ലോ കളിച്ചുകൊണ്ടിരുന്ന ഒരു അല്പം വെള്ളം തെറിച്ചു. അതിന്റെ പേരിൽ ആ കുട്ടിയുടെ സഹോദരനെ തല്ലിക്കൊന്നു ഈ പെണ്ണിന്റെ ആളുകളെല്ലാം കൂടി അവിടെ വന്നിട്ട്. അവര് ഓടി വന്നിട്ട് ഈ സ്ത്രീയോട് മാപ്പ് ചോദിച്ചു, കുഞ്ഞിനറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. വിട്ടില്ല. സ്ത്രീയുടെ ദേഹത്ത് തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബന്ധുക്കൾ മുസ്ലിങ്ങൾ വന്ന് ആക്രമിച്ച് ഇവനെ അടിച്ചു കൊന്നു. തലയിൽ ചുറ്റികയൊക്കെ കൊണ്ട് അടിച്ച്, കല്ലും വടിയൊക്കെ കൊണ്ട് അടിച്ച് കൊന്നു. ഇപ്പൊ ഒരു യുവാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് നിരന്തരമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളാണോ ഭൂരിപക്ഷമാണോ കൊല്ലപ്പെടുന്നത്? കൂടുതലും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് വിക്ടിംസ്. ഇങ്ങനെയുള്ള കുറ്റങ്ങളുടെ, ഇങ്ങനെയുള്ള ക്രിമിനൽ നടപടികൾക്ക് വിധേയരാകുന്നത് മുഴുവൻ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. അതേസമയം ന്യൂനപക്ഷ സമുദായക്കാരനുമായിട്ട് ഭൂരിപക്ഷ സമുദായക്കാരൻ ഒരു കശപശ ഉണ്ടായാൽ, ഒന്നും തള്ളുണ്ടായാൽ ഭൂരിപക്ഷ സമുദായക്കാരനെ ആ ന്യൂനപക്ഷ സമുദായക്കാരൻ ഒന്ന് തല്ലിക്കൊല്ലും. ഇപ്പൊ ഇവിടെ നടന്നത് ഗാസിയാബാദിലാണ്. ഗാസിയാബാദിലെ കോട എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൂര്യ ചൗഹാന്റെ വീട്. അപ്പൊ അയാളുടെ അടുത്ത് വന്നിട്ട് ബക്രീദിന് ആടിനെ കൊല്ലണ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാ വാന്ന് പറഞ്ഞു. അവനെ പിടിച്ചു വലിച്ചോണ്ട് പോയി. അപ്പൊ അവന് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അവനെ കൊണ്ടുപോയി കാണിക്ക് കൊടുക്കാതെ കുത്തി കൊല്ലുകയും ചെയ്തു. ഓൺ ദ സ്പോട്ട് മരിച്ചു അയാൾ. അപ്പൊ അയാളുടെ അമ്മ ഏതോ കൂലി ജോലിക്ക് പോയിട്ട് വരുന്ന ഒരു കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. അവന്റെ അനിയത്തിയുണ്ട് വീട്ടിൽ. അപ്പൊ അവര് ഇതാണ് കാണുന്നത്. ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ മരിച്ചു കിടക്കണയാണ് കണ്ടത്. അതിലേക്ക് ദേശീയ ചാനലുകളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അത്. മാപ്രകൾ ചെയ്യില്ലല്ലോ. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ഈ വാർത്ത കാണില്ല. പയ്യന്റെ പേര് വല്ല മറ്റേ റഹിമെന്നോ അല്ലെങ്കിൽ ഹർഷമെന്നോ കാനാണെങ്കിൽ അവര് എന്താ പറയണേ, സടകുടഞ്ഞ് എഴുന്നേറ്റാണ് അവര്. അപ്പൊ ഇത് വലിയ പതിവായിട്ട് നടക്കണതാണ്. ആടിനറക്കണമെങ്കിൽ അവർക്ക് ആടിനെ അറുത്താൽ മതിയായിരുന്നു. ഇനി പയ്യനെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇന്നലെ രാത്രി ഈ സൂര്യ ചൗഹാനെ കുത്തിക്കൊന്ന ആള്, അയാളുടെ പേര്, അയാളുടെ ധൈര്യം നോക്കണേ, അർഷാദ് എന്നോ ആസാദ് എന്നൊക്കെ അറിയപ്പെടുന്നു. അയാള് ഈ കോട ഗ്രാമത്തിൽ വന്നു. എന്തിനാണെന്നറിയാം? അവിടെ അയാളുടെ ഒരു കൂട്ടുകാരനുണ്ട് അവിടെ. അവന്റെ അടുത്ത് പൈസ മേടിച്ചിട്ട് ഇയാൾക്ക് ഒളിവിൽ പോകാനായിട്ട് ഇയാളുടെ ഒരു സുഹൃത്തും കൂടി ബൈക്കിൽ വന്ന് ഈ കൂട്ടുകാരുടെ അടുത്ത് കാശ് മേടിച്ചു. ആ സമയത്ത് പോലീസുകാർ ഇയാൾ ഇവിടെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസുകാരെ അയാളെ പൊക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നേരത്തെ ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇയാളുടെ കയ്യിലുള്ള നാടൻ തോക്ക് ഉപയോഗിച്ചുള്ള പോലീസുകാരെ വെടിവെച്ചു. കോൺസ്റ്റബിൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ്, സീരിയസ് കണ്ടീഷനിലാണ്. അപ്പൊ ഈ പോലീസുകാർ ആത്മരക്ഷാർത്ഥം തിരിച്ചു വെടിവെച്ചു. ആൾ പരിക്കേറ്റ ആളെ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ ചത്ത് മയ്യത്തായി. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. ഇപ്പൊ അവർക്ക് എന്തോ ആവാം, അവർ ചെയ്യണതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവർക്ക് ബുൾഡോസ് ഇത് പറയാൻ പാടില്ല, എതിർക്കാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇതിനകത്തൊരു അഭിപ്രായം പോലും നമ്മൾ പറയാൻ പാടില്ല. മുറിയനാണെങ്കിൽ ഒതുങ്ങി ജീവിച്ചോണം എതിരെ വരുന്നത്. ഇനി നടക്കൂ ഇത്? യോഗിയോട് പോയിട്ട് ഇവർക്ക് പേടിപ്പിക്കാൻ പറ്റുമോ? ഈ 1.5 വയസ്സുകാരനെ ഖബറിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ അർഷദിനെ ഇങ്ങനെയാക്കിയ മുറിയനെയും ആ നർത്തകി എന്ന് പറയുന്ന അവളുണ്ടല്ലോ,
കാമക്കടി മൂത്തിട്ട് മറ്റവന്റെ കൂടെ പോയതാ. അവനും ഇന്ന് ഈ ഭൂമിയിൽ മിച്ചമുണ്ടാകുമായിരുന്നില്ല. അതെ, യോഗിയെ പോലെ തന്നെ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ നാടിനോടും രാജ്യത്തോടും കൂറും പ്രതിബദ്ധതയുമുള്ള ആളുകൾ ഭരിക്കണം. നാട് നന്നാകും.